ഹായ് എവ്രിവൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ്. ഈ ഒരു നൂഡിൽസിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചൈനീസ് നൂഡിൽസാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോലും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എഗ്ഗ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാഗിയുടെ ചിക്കൻ ക്യൂബ്സും എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് കുക്കറിൽ 4 വിസിൽ വരുത്തി വേവിച്ചെടുത്തതാണിത്. ഇതിലും കൂടുതൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചില്ലി സോസാണ്. പിന്നെ കുറച്ച് സോയാ സോസും ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സവാള ആഡ് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കുന്നതാണെങ്കിൽ സവാള ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വെച്ച് കഴിക്കുകയാണെങ്കിൽ സവാള ഒഴിവാക്കി എടുക്കാം. അപ്പം സവാളയ്ക്ക് പകരം നമുക്ക് സ്പ്രിംഗ് ഓണിയനും യൂസ് ചെയ്യാം. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്കൊരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നൂഡിൽസ് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗം നമുക്ക് കൂടുതൽ വെള്ളം വേണം. അപ്പോൾ നമുക്ക് 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു കുറച്ച് ഉപ്പും, ഒരു 2 ടീസ്പൂൺ ഉപ്പും, ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നൂഡിൽസൊക്കെ അതിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സേഫാണ്, നല്ല സേഫ്റ്റി ആയിട്ട് എല്ലാ നൂഡിൽസും നമുക്ക് ഇങ്ങോട്ട് പോന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊരു 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിൽ നിന്നൊരു ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നൂഡിൽസ് കുക്കായി വരുമ്പോൾ എന്തായാലും ഡബിൾ സൈസായി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനുള്ള സ്പേസ് പാത്രത്തിൽ കാണണം. വെള്ളവും കൂടുതൽ വെക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നൂഡിൽസ് ഇതേപോലെ ഓടിക്കളിക്കാനുള്ള വെള്ളം അതിലുണ്ടായിരിക്കണം. നന്നായി ഇളക്കാനും അങ്ങനെ തിങ്ങി നിൽക്കുന്ന രൂപത്തിൽ നൂഡിൽസ് തിക്കി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നല്ല ചെറിയ പീസായി കിട്ടാൻ ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബീൻസ് ഒന്ന് ചെരിഞ്ഞ് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓണിയൻ ഇതേപോലെ ഒരു സ്ക്വയർ കട്ടായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് 4 വിസിലൊക്കെ വന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. അങ്ങനെ നല്ലവണ്ണം കുക്കായാൽ നമുക്ക് വേഗം ഇതേപോലെ കൈ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഗ്രൈൻഡറിലൊന്ന് ഇട്ട് നമ്മളിങ്ങനെ ചതയ്ക്കാൻ നോക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര പീസസ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് തന്നെ വേഗം പീസസാക്കി എടുക്കാം. അപ്പോൾ ചിക്കനും ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതും ഒരു സൈഡിൽ മാറ്റി വെക്കാം. വെജിറ്റബിൾസിൻ്റെ കൂടെ ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് നൂഡിൽസ് എന്തായെന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇത് വെന്ത് പോവരുത്. അപ്പം നമ്മൾ വെന്ത് പോയോന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ ഒരു സ്പൂണിൽ ഒരു നൂഡിൽ എടുത്ത് നമ്മളതൊന്ന് ജസ്റ്റ് മുറിയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ മുറിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് പാകമായി എന്നാണ് അർത്ഥം. സൺഫ്ലവർ ഓയിലൊക്കെ വെള്ളത്തിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ നൂഡിൽസൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു സ്പൂണിൽ ഒരു നൂഡിൽ എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കിയാൽ അത് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മളിത് പാകമായി. ഇനിയും കൂടുതൽ സമയം ഇത് അടുപ്പത്ത് വെച്ചാൽ ഇത് ഒട്ടിപ്പോകും. അപ്പോൾ നമുക്ക് വിചാരിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഇനി നൂഡിൽസിലുള്ള വെള്ളം ഒഴിവാക്കാൻ നമ്മൾ ഇതേപോലെ സ്റ്റീലിൻ്റെ ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കൊന്നായിട്ട് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ നല്ല കറക്റ്റ് പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ് ഈ നൂഡിൽസിലേക്ക് കമ്പൈൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത ബിരിയാണി പോട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മിക്സ്ഡ് നൂഡിൽസാണ്. എല്ലാ എഗ്ഗും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു നൂഡിൽസ് റെസിപ്പിയാണ് ഇത്. നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് ഈ എഗ്ഗ് ഇല്ലാതെയും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഒരു എഗ്ഗിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് നമുക്ക് അങ്ങനെ ചിക്കി കൊടുക്കാം. അപ്പം ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ നമുക്ക് ഒരു സ്പാറ്റുല യൂസ് ചെയ്തൊന്ന്
ചിക്കിയെടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിക്കായി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഈ ഒരു പാകത്തിലായാൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്യരുത്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കുന്നതും നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേവിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്തായാലും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായി വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ ബീൻസിനും ഓണിയനും പകരം സ്പ്രിംഗ് ഓണിയൻ മാത്രം മതി. ബീൻസിന് കുറച്ച് കൂടുതൽ കുക്കിംഗ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ബീൻസും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മൾ ഇത് കടിക്കുമ്പോൾ ഇതിൻ്റെ പച്ചച്ചയ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുക്കാവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കാം. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ട് വേഗം തന്നെ കുക്കാവും. വളരെ തിന്നായിട്ടുള്ള ഒരു സ്ലൈസസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുക്കായിക്കോളും. എല്ലാം കൂടെ ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസിലും ഉപ്പുണ്ട്, നമ്മുടെ ചിക്കനിലും ഉപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് മാത്രം ഉപ്പ് മതി. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം ഉപ്പ് മതിയാകും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ചില്ലി സോസാണ്. 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നൂഡിൽസിനൊന്നും നമുക്ക് പൊതുവേ നല്ല എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയ എരിവും പിന്നെ ചിക്കനിലിട്ട കുരുമുളകിൻ്റെ ഒരു എരിവും മാത്രമാണ് നമുക്ക് ഈ ഒരു നൂഡിൽസിന് ഉണ്ടാകുന്നത്. നൂഡിൽസൊന്നും പൊതുവേ നല്ല എരിവുള്ള ഐറ്റംസിൽ പെട്ടത് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ എരിവ് മാത്രം മതി. ഇനി നമുക്കൊരു ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. സോയ സോസിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി ചേർക്കാൻ പോകുന്നത് ഇതേപോലത്തെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ്. ഒട്ടുമിക്ക എല്ലാ ഗ്രോസറിയിലും നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെ സോഫ്റ്റായിട്ടായിരിക്കും ഇതുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കത്തിനൊന്നും കുക്കിംഗ് ടൈം തീരെ ഇല്ലാത്തത് കൊണ്ട് ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ക്യാപ്സിക്കം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൂടെ ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കനും എല്ലാ വെജിറ്റബിൾസിലേക്കും നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കമ്പൈനാക്കി എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസും ചിക്കനും എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് ഒരു മസാല പോലെ എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഊറ്റി വെച്ച നൂഡിൽസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആവും. അപ്പോൾ നൂഡിൽസ് നമുക്ക് ഒന്നായിട്ട് തന്നെ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ തട്ടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നൂഡിൽസും വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുന്നവർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. അല്ലാത്തവർ നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. എങ്ങനെയായാലും വെജിറ്റബിൾസും നൂഡിൽസൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടണം. നമുക്കിത് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആകും. അപ്പോൾ ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തുള്ള ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു 200 രൂപക്ക് നമുക്ക് ഒരാൾക്ക് മാത്രമേ കഴിക്കാനുള്ള പോർഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കതൊരു 200 രൂപ ചിലവാക്കിയാൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ കഴിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ നൂഡിൽസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.